ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കോയിൻ സ്റ്റോർ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ നിന്നും എങ്ങനെ ടെസ്റ്റ് ടോക്കൺ നമുക്ക് വാങ്ങാം, വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് ഏതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്നും ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ താഴെ നമുക്ക് കാണാം ഹോം, മാർക്കറ്റ്, സ്പോട്ട്, ഫ്യൂച്ചേഴ്സ്, അസറ്റ്സ്. ഇവിടെ നമ്മളിപ്പോൾ ഹോമിലാണുള്ളത്. ആ ഹോം വിൻഡോയിൽ മുകളിൽ നമ്മുടെ പ്രൊഫൈലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ KYC വെരിഫൈഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് KYC എന്ന് ഗ്രീൻ നിറത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. KYC വെരിഫൈഡ്, അഡ്വാൻസ്ഡ് KYC വെരിഫൈഡ് രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. KYC വെരിഫിക്കേഷന് നമ്മുടെ ആധാർ കാർഡ് നമ്പറും നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ID ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് KYC വെരിഫിക്കേഷൻ നടക്കും. എന്നാൽ അഡ്വാൻസ്ഡ് KYC വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ആധാർ കാർഡ് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ട കോളം വരും. ചില സമയങ്ങളിൽ KYC വെരിഫൈഡ് എന്ന് കാണിക്കും, പക്ഷേ അഡ്വാൻസ്ഡ് KYC നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ ആ ഫോട്ടോസ് അവർ കാണിച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ സ്പേസിനുള്ളിൽ കൃത്യമായി വരത്തക്ക രീതിയിൽ സബ്മിറ്റ് ചെയ്യാത്തതോ, അതല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതോ, അതല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ അരികുകൾ കാണാത്ത രീതിയിൽ അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് മൂലമോ ആകാം. അത് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് KYC കൂടി വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും ശ്രമിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അതല്ലെങ്കിൽ ആദ്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ക്രിപ്റ്റോ കറൻസി, നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് കറൻസി ആയിട്ടുള്ള USDT ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ പോകേണ്ട ഓപ്ഷൻ, നമുക്കിവിടെ ഹോം, മാർക്കറ്റ്, സ്പോട്ട്, ഫ്യൂച്ചേഴ്സ്, ലാസ്റ്റ് വൺ അസറ്റ്സ് ആണ്. അസറ്റ്സിൽ നമ്മൾ ടച്ച് ചെയ്യാം. ഈ അസറ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്കിതിൽ ബാലൻസ് ഉള്ള ക്രിപ്റ്റോകളുടെ ടോട്ടൽ USDT വാല്യൂ നമുക്ക് കാണാം 148.6. അതിന് താഴെ ഏതെല്ലാം ക്രിപ്റ്റോ കറൻസികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ടെസ് എന്നാണ്. അതിൽ 781.07 ടെസ് ടോക്കൺ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 106 USDT എന്ന് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം USDT എന്ന് തൊട്ട് താഴെ കാണാം, അത് 41.659 എന്ന് കാണാം. ഇപ്പം നിലവിൽ USDT ആയിട്ട് ഇതിൽ ബാലൻസ് ഉള്ളത് എത്രയാണെന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിലവിൽ USDT അവിടെ 0 എന്ന് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും USDT ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ സാധിക്കുള്ളൂ. അതിൽ നമുക്ക് മുകളിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം, ഡെപ്പോസിറ്റ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ USDT ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് USDT എന്ന് സെർച്ചിൽ നമ്മൾ കൊടുക്കുക. ഓൾറെഡി USDT ഇപ്പോൾ വന്നു കഴിഞ്ഞു. അവിടെ നമ്മൾ ഏത് നെറ്റ്വർക്കാണ്, ട്രോൺ, ERC, BEP20, ഇങ്ങനെ സൊലാന, പോളിഗൺ, ടോൺ, ഇങ്ങനെ തുടങ്ങി താഴോട്ട് ഒരുപാട് നെറ്റ്വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് BEP20 ആണ് കൂടുതലായിട്ട്. BNB സ്മാർട്ട് ചെയിൻ അല്ലെങ്കിൽ ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള BEP20 ആണ്. അപ്പോൾ ഞാനത് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ലിങ്ക് നമുക്ക് കാണാം. ഇത് നമ്മൾ കോപ്പി ചെയ്യുക. എവിടെ നിന്നാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ട്രസ്റ്റ് വാലറ്റിൽ നിന്നാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിലാണോ, അവിടെ കൃത്യമായി BEP20 നെറ്റ്വർക്ക് ഉള്ളത് നമ്മളിങ്ങോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്തതാണ് USDT 41.659 എന്ന് കാണുന്നത്. അത് ഡെപ്പോസിറ്റ് അതിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെ ബാലൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകേണ്ടത് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. നമുക്കറിയാം മാർക്കറ്റ്, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫേവറേറ്റ്സ് എന്ന് കാണാം. ഇതെല്ലാം നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് താഴെ ചോദിക്കുന്നത്. നമ്മൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുകളിൽ ടെസ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി നമ്മൾ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്സിൻ്റെ കറണ്ട് പ്രൈസ് കാണാൻ സാധിക്കും. 0.1368 USDT ആണ്. ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മളൊരു 100 രൂപ USDTക്ക് ട്രാൻസ്ഫർ ചെയ്താൽ 13.68 രൂപയാണ് ടെസ്സിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. നമ്മളെപ്പോഴും ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോൾ കുറഞ്ഞ വിലയിൽ വാങ്ങുകയും
കൂടിയ വിലയിൽ വിൽക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ വിലയിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ടോക്കൺ എക്സ്ചേഞ്ചിൽ വാങ്ങാൻ പറ്റിയിരുന്ന ഏറ്റവും മിനിമം റേറ്റ് ഇതായിരുന്നു 0.00230 USDT. ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 23 പൈസ നിരക്കിലായിരുന്നു ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും മിനിമം വാല്യൂ. അതിൽ നിന്ന് 50 രൂപയിലേക്ക്, അതായത് 0.5 USDTയിലേക്ക് ഇതിൻ്റെ പ്രൈസ് ആ ദിവസം തന്നെ എത്തിയിരുന്നു. നമുക്കറിയാം, ഈ ഒരു ഗ്രാഫിൽ ഒരു വിക്ക് മുകളിലേക്ക് നമുക്ക് കാണാം. അതിൻ്റെ ടോപ്പ് പ്രൈസ് എന്ന് പറഞ്ഞത് 50 രൂപയാണ്, അല്ലെങ്കിൽ 0.5 USDT ആണ്. അതായത് 23 പൈസയിൽ നിന്ന് 50 USDTയിലേക്ക് കറൻസിയുടെ വാല്യൂ എത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര വലിയ ഗ്രോത്താണ് ഉണ്ടായത്. ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു കറൻസി വാങ്ങിച്ച ആളുകൾക്ക് എത്രയോ മടങ്ങ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പിന്നീട് അതിനുശേഷം അതിൻ്റെ പ്രൈസ് താഴോട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഒരു 3 രൂപ പ്രൈസിലേക്ക്, അതല്ലെങ്കിൽ 0.03 USDT എന്ന് പറഞ്ഞ പ്രൈസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 3 രൂപ പ്രൈസിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും പിന്നീട് ആ പ്രൈസ് പോയത് 60 രൂപയിലേക്കാണ്. 0.6 എന്ന് നിങ്ങൾക്ക് കാണാം, 0.6 USDT, അത് 60 രൂപയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, 3 രൂപയിൽ വാങ്ങിച്ച ഒരു സാധനം 60 രൂപയ്ക്ക് വരെ നമുക്ക് വിൽക്കാൻ അവസരമുണ്ടായിരുന്നു. 3 രൂപയിൽ 60 രൂപയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര മടങ്ങ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 20 മടങ്ങോളം ഗ്രോത്ത് ഉണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് കറൻസി വാങ്ങിച്ച ആൾക്ക് പോലും അത് 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും അതിൻ്റെ പ്രൈസ് വീണ്ടും താഴേക്ക് വന്ന് ഇപ്പോൾ ഒരു 7.5 രൂപ പ്രൈസ് വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം അതൊരു 13 രൂപ പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് വാങ്ങാൻ പറ്റിയ അവസരമാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. എപ്പോഴും ഇതുപോലെ പ്രൈസ് കുറഞ്ഞ സമയത്താണ് നമ്മൾ വാങ്ങേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബൈ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യുന്നു. ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാം ലിമിറ്റ് ഓർഡർ എന്ന് കാണാം. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടോക്കൺ ആ പ്രൈസിൽ വാങ്ങാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കറണ്ട് പ്രൈസ് 0.1368 ആണെങ്കിൽ ഞാനിവിടെ 0.1 USDTയിലേക്ക് പ്രൈസ് വരുമ്പോൾ വാങ്ങാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നാണ് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ 0.1 എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് ഇവിടെ വാങ്ങുന്നത് എന്ന് ഞാൻ അടിച്ചു കൊടുക്കും. ഞാൻ ഒരു എമൗണ്ട് ഒരു 100 ടെസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാനത് ബൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എമൗണ്ട് കനോട്ട് ബി ലോവർ ദാൻ 270. അതായത് നമുക്കിവിടെ നിന്ന് മിനിമം വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 270 ടെസ് ആണ്. അപ്പോൾ 270 ടെസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, ബൈ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്കതിൻ്റെ കൺഫർമേഷൻ കൂടി ചോദിക്കുന്നു. ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ആ ഓർഡർ വന്നിട്ടുണ്ട്, ലിമിറ്റ് ബൈ എന്ന് പറഞ്ഞാൽ $0.1 പ്രൈസ് ഇനി താവുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് 270 ക്വാണ്ടിറ്റി അവിടെ ബൈ ആവും. $0.1 ആവുന്ന സമയത്ത് 270-ന് 27 USDT ആണ് വരിക. അത് മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ലിമിറ്റ് ഓർഡർ കൊടുത്ത സമയത്ത് എൻ്റെ ബാലൻസ് 14 എന്ന് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 27 USDT ഞാൻ അവിടെ എത്തുന്ന സമയത്ത് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഞാനത് ക്യാൻസൽ ചെയ്താൽ വീണ്ടും എൻ്റെ ബാലൻസ് 41ലേക്ക് മാറി. അപ്പം ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഇപ്പോഴത്തെ പ്രൈസിൽ. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് ഓർഡർ ഒന്ന് ടച്ച് ചെയ്തിട്ട് താഴെ മാർക്കറ്റ് എന്ന് ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര USDTക്കാണ് വാങ്ങേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 10 USDT എന്ന് ഞാൻ അടിച്ചു കൊടുത്തു. 10 USDTക്ക് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ജസ്റ്റ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ 10 USDTയുടെ ടോക്കൺ അവിടെ ബൈയിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും അസറ്റിലേക്കൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ടോക്കൺസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് 854 ടോക്കണായി. ഇനി വീണ്ടും ഞാനിവിടെ പോയി നമുക്ക് മാർക്കറ്റിലേക്ക് പോയി ടെസ് എന്ന് പറഞ്ഞ ഇത് ചൂസ് ചെയ്തു. വീണ്ടും ഒരു $10 വാങ്ങണമെങ്കിൽ ഞാനിവിടെ ടെസ് എന്ന് സെലക്ട് ചെയ്തു. നമുക്കവിടെ റേറ്റ് ഇവിടെ കാണാം. ഇനി ഞാൻ വീണ്ടും ബൈ എന്ന് കൊടുക്കുന്നു. മാർക്കറ്റ് ഓർഡറിലാണ് നിലവിലുള്ളത്. വീണ്ടും ഒരു $10 ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു. ജസ്റ്റ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ $10 എനിക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വാങ്ങേണ്ടത് അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും.
ദെൻ വീണ്ടും നമ്മൾ മാർക്കറ്റ് ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 21 USDT ആണ് ബാലൻസ് ഉള്ളത്. അത് നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് 25% ഓഫ് ആ USDT യൂസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ 25 ആക്കി കഴിഞ്ഞാൽ 25%, 50% യൂസ് ചെയ്യാം, 75% അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള ഏത് വാല്യൂ വേണേൽ ചൂസ് ചെയ്യാം. അങ്ങനെയും നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വന്നു, അതിൻ്റെ 25% ഞാൻ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 5.5 എന്ന് കാണാം. അത് ഞാൻ ബൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓർഡർ പ്ലേസ് ആവില്ല. മിനിമം 10 USDT ഉണ്ടെങ്കിലേ നമുക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നു, 10 USDTയിലേക്ക് മാറ്റി ബൈ കൊടുത്താൽ ഓട്ടോമാറ്റിക് അവിടെ ബൈ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക എന്നുകൂടെ നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ ചെയ്യേണ്ടത് സെൽ എന്നുള്ള ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സെൽ എന്നുള്ള ഓപ്ഷനിൽ സ്വിച്ച് ചെയ്യുമ്പോഴും നമുക്കിവിടെ ലിമിറ്റ് ഓർഡർ കൊടുക്കാൻ പറ്റും. ലിമിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു പ്രൈസിൽ നമുക്കിത് വിൽക്കണമെന്ന് തീരുമാനിക്കും. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കോയിൻ്റെ പ്രൈസ് 60 രൂപയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 60 രൂപയിൽ എത്തുന്ന സമയത്ത് എൻ്റെ ടോക്കൺസ് സെല്ല് ചെയ്യാൻ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാണ്. ഞാൻ അവിടെ 60 രൂപ അല്ലെങ്കിൽ 0.6 USDT എന്ന് കൊടുക്കുന്നു. എമൗണ്ട് എത്ര എമൗണ്ട് ടെസ് അവിടെ എത്തുമ്പോൾ സെല്ലാവണം, ഞാനിവിടെ ഒരു 100 എന്ന് കൊടുത്ത് ഞാൻ സെൽ ഓർഡർ പ്ലേസ് ചെയ്താൽ എനിക്ക് അവിടെ പ്ലേസ് എക്സിക്യൂട്ട് ആവാൻ പറ്റില്ല. കാരണം ലിമിറ്റ് ഓർഡറിന് നമുക്ക് മിനിമം 270 വേണം. അപ്പോൾ ഞാനൊരു മിനിമം 270 അല്ലെങ്കിൽ ഒരു 300 ടെസ് അവിടെ എത്തുമ്പോൾ സെല്ല് ചെയ്യണം എന്നുള്ള ഒരു ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ സെൽ ടെസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ഓർഡർ അവിടെ പ്ലേസ് ആവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ 300 ടോക്കൺ 60 രൂപ പ്രൈസിലെത്തുമ്പോൾ ആണ് അത് അവിടെ വിൽപ്പന നടക്കുക. അത് ഞാൻ അവിടെ ക്യാൻസൽ ചെയ്യുന്നു. കാരണം ആ പ്രൈസിലേക്ക് എത്തുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യാന്നുള്ള ഓർഡറാണ്. ഇനി ഈ കറണ്ട് പ്രൈസിൽ എങ്ങനെ സെല്ല് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാർക്കറ്റ് എടുക്കുന്നു. എത്ര എമൗണ്ടാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും, 1004 ടെസ്സാണുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു 20% സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി നമുക്ക് സെല്ല് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക 270 ആണ് മിനിമം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ അത് മാർക്കറ്റ് പ്രൈസാണ്. സെൽ ഓർഡർ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിലേക്ക് മാറും. എമൗണ്ട് ഓഫ് ടെസ് എന്നുള്ളിടത്ത് ഞാൻ മിനിമം ഒരു ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരു 100 ക്വാണ്ടിറ്റി കൊടുത്തു. അത് സെൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 270 ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 270 ടെസ് എന്ന് കൊടുത്തു. ഈ 270 ടെസ്സ് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. ഞാനിവിടെ പറഞ്ഞത് മാർക്കറ്റിൽ സ്പോട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ആ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോയിൻ സ്റ്റോർ എക്സ്ചേഞ്ചിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിവേ, അവസരങ്ങൾ ഉപയോഗിച്ച ആളുകളാണ് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തിയത്. നല്ല നല്ല അവസരങ്ങൾ നമ്മളെ മുമ്പിൽ എത്തുമ്പോൾ അവിടെ നോക്കി നിൽക്കാതെ അത് ഉപയോഗിക്കാൻ തയ്യാറാവുക. ലൈഫിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.